അതായത് ഇപ്പോൾ വ്യാപകമായി ഫോൺ പേ പോലെയുള്ള സാധനങ്ങൾ, അതിൻ്റെ മറ്റു പുതിയ പുതിയ ആപ്പുകളൊക്കെയും ഇന്ന് സുലഭമാണ്. അപ്പോൾ അതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫർ, ഇതിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്പിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു, അതിലൂടെ അയാൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാരിതോഷികം അതിന് കിട്ടും. അതുപോലെയുള്ളതും, അതുപോലെ ഫോൺ പേ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചോ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഒരു റിവാർഡ് കിട്ടും, ഒരു സ്ക്രാച്ച് ചെയ്യുന്ന സാധനം. അതിലൂടെ കിട്ടുന്ന വരുമാനവും നമുക്ക് ഹലാലാണോ എന്നതാണ് ചോദ്യം. അടിസ്ഥാനപരമായി ഇത്തരം വിഷയത്തിൽ പലിശയുടെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ ആപ്പ് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു സമ്മാനം. അവിടെ നമ്മൾ ഇതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായി, പരസ്യത്തിൻ്റെ ഭാഗമായൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? ക്യാഷ് കൊടുക്കണം. പാരിതോഷികമല്ല, ക്യാഷ് തന്നെ കൊടുക്കണം. അതായത് ഇത്ര രൂപ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ പരസ്യം കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ പരസ്യം കൊടുക്കണമെങ്കിൽ ഇത്ര വേണം, അല്ലെങ്കിൽ ഒരു മാഗസിൻ്റെ കവർ പേജിൽ വരെ പരസ്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണമെങ്കിലൊക്കെ എന്ത് വേണം? കാശ് വേണം. അപ്പോൾ അതേ രൂപത്തിൽ തങ്ങളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുകയും തങ്ങളുടെ ഈ ഒരു ആപ്പ് അതല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അത് സ്വാഭാവികമായിട്ടും മറ്റൊരാളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് നൽകുന്ന ഒരു പാരിതോഷികമായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് കർമ്മശാസ്ത്രത്തിൽ നിന്ന് അതിൻ്റെ വിധി പറയുന്ന പണ്ഡിതന്മാരിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. അല്ലാഹു അഅലം.